പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ഇയർ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ ചാപ്റ്റർ പേര് ഇന്ത്യ 1950 to 1990, 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യയുടെ എക്കണോമിക് ആയിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു, എക്കണോമിക് സ്റ്റാറ്റസ് എന്തായിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് കൊളോണിയൽ റൂളില് അഥവാ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ സെക്ടേഴ്സിലെ പെർഫോമൻസുകളും ഇന്ത്യയുടെ ടോട്ടൽ എക്കണോമിക് സ്റ്റാറ്റസും ആയിരുന്നു പറഞ്ഞിരുന്നത്, സാമ്പത്തിക അവസ്ഥയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യ 1950 to 1990, അതായത് സ്വതന്ത്രം ലഭിച്ചത് മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ എക്കണോമിക് പെർഫോമൻസും ഇന്ത്യയുടെ എക്കണോമിക് ആയിട്ടുള്ള ഡിസിഷൻസും ഒക്കെ എന്തൊക്കെയായിരുന്നു, അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടായത്, എന്തൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റുകളാണ്, എന്തൊക്കെ തരത്തിലുള്ള ആഘാതങ്ങളാണ് ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടായത്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ 1947 സ്വതന്ത്രമാകുമ്പോൾ, ഇൻഡിപെൻഡന്റ് ആയി മാറിയപ്പോൾ ഒരു പുതിയ ഗവൺമെന്റ് ഇന്ത്യക്ക് ഫോം ചെയ്യേണ്ടി വന്നു. അപ്പൊ 1947 മുതൽ ഇന്ത്യയിലെ ഗവൺമെന്റ്, അതായത് ആദ്യം താൽക്കാലിക ഗവൺമെന്റും പിന്നീട് ഇന്ത്യയുടെ ഫസ്റ്റ് ഇലക്ടഡ് ഗവൺമെന്റ് ഒക്കെ, പിന്നെ തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഗവൺമെന്റുകളൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ബ്രിട്ടീഷ് റൂളിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ മേഖലകളിലും ഇന്ത്യ നേരിട്ടു എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്ന ഒരു ഗവൺമെന്റിന് മുൻപിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. സോ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ എത്രത്തോളം ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റാറ്റസിൽ, സാമ്പത്തിക അവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ആ ചലഞ്ചസിൽ എന്തൊക്കെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡിസിഷൻസ് ആയിരുന്നു എടുത്തിരുന്നത്. ഒന്ന് പൊളിറ്റിക്കലി, രാഷ്ട്രീയപരമായിട്ടുള്ള, എക്കണോമിക്കലി. പൊളിറ്റിക്കലി ഇന്ത്യ ചൂസ് പാർലമെന്ററി ഡെമോക്രസി. പൊളിറ്റിക്കലായിട്ട് ഇന്ത്യ എടുത്തത് പാർലമെന്ററി ഡെമോക്രസിയാണ്, പാർലമെന്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യ രീതി അതായിരുന്നു ഇന്ത്യ എടുത്തത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ത്യ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് എവിടെയാ, അവിടെ പാർലമെന്റിലാണ്. പാർലമെന്റിന് രണ്ട് സെഷൻസ് ഉണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഇത് നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ലോക്സഭയിലേക്കാണ് നമ്മൾ എലക്റ്റഡ് മെമ്പേഴ്സിനെ അയക്കുന്നത്, അവരാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് നമ്മുടെ നിയമസഭകളിൽ നിന്ന്, ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ നിന്നൊക്കെ എലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുമാണ് രാജ്യസഭയിൽ എത്തുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഇന്ത്യയിലുണ്ട്. ലോക്സഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോക്സഭയിലെ ഭൂരിപക്ഷം അനുസരിച്ചാണ്, ലോക്സഭയിലെ മെജോറിറ്റി അനുസരിച്ചാണ് ഇന്ത്യയിലെ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ സിസ്റ്റം ഇന്ത്യ ചൂസ് ചെയ്തു. 1947 ശേഷം ഇന്ത്യ ആദ്യമായിട്ട് എടുത്ത തീരുമാനമായിരുന്നു പൊളിറ്റിക്കലായിട്ട് ഇന്ത്യ എന്ത് തെരഞ്ഞെടുത്തു, പാർലമെന്ററി ഡെമോക്രസി, പാർലമെന്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യം തെരഞ്ഞെടുത്തു. രണ്ടാമത്തത് എക്കണോമിക്കലി, ഇവിടെയാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് വരുന്നത്. എക്കണോമിക്കലി നമ്മൾ മിക്സ്ഡ് എക്കോണമി തെരഞ്ഞെടുത്തു. സാമ്പത്തികമായിട്ട് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് തെരഞ്ഞെടുത്തത്. ഈ രണ്ട് ഡിസിഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡിസിഷൻസ് ആണ് ഗവൺമെന്റ് അത് തെരഞ്ഞെടുക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ട് ഡിസിഷൻസ് ആണ് ഇന്ത്യ ഗവൺമെന്റ് സ്വതന്ത്രം കിട്ടിയതിനു ശേഷം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ രണ്ട് പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുത്തു. ഒന്ന് പൊളിറ്റിക്കലി പാർലമെന്ററി ഡെമോക്രസി ചൂസ് ചെയ്തു, അഥവാ പാർലമെന്റിൽ അധിഷ്ഠിതമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ട് നമ്മൾ എടുത്ത തീരുമാനമായിരുന്നു പാർലമെന്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യം തെരഞ്ഞെടുത്തു. രണ്ടാമത്തത് എക്കണോമിക്കലി, സാമ്പത്തികമായിട്ട് മിക്സഡ് എക്കോണമി, സാമ്പത്തികമായിട്ട് മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മൾ തെരഞ്ഞെടുത്തു. അതിനുശേഷം നമ്മൾ ഒരുപാട് ഡിസിഷൻസ് നമ്മുടെ ഗവൺമെന്റിന് എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു എക്കോണമി എങ്ങനെ തെരഞ്ഞെടുക്കുന്നതാണ്. ഒരു എക്കോണമിയിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോഴാണ് ഒരു എക്കോണമി വിജയിക്കുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആ എക്കോണമി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒരു എക്കോണമിയിൽ ഉണ്ടാകുന്ന 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത്. സെൻട്രൽ പ്രോബ്ലംസ്, കേന്ദ്ര പ്രശ്നങ്ങൾ. ഓരോ സമ്പദ് വ്യവസ്ഥയിലും ഓരോ രാജ്യങ്ങളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് 3. ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം.
2 ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. 3 ഹൗ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ടഡ്, എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എങ്ങനെയാണ് സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുക, വിതരണം ചെയ്യുക. അപ്പൊ 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ് ആണ് ആർക്കുണ്ടായിരുന്നത്, ഓരോ സമ്പദ് വ്യവസ്ഥക്കും ഓരോ എക്കണോമിക്കും തിരഞ്ഞെടുക്കാനുണ്ടായിരുന്നത്. ഒന്ന് വാട്ട് പ്രൊഡ്യൂസ്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ, ഭക്ഷണം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്, ഷെൽട്ടർ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്, എഡ്യൂക്കേഷൻ അപ്പൊ ഭക്ഷണം ഫുഡ് വേണം, ഷെൽട്ടർ വീടുകൾ വേണം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം വേണം. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ മാത്രം നമ്മൾ തെരഞ്ഞെടുത്ത് മുൻഗണന നൽകിയിട്ട് അതാണ് ആദ്യം ഉൽപ്പാദിപ്പിക്കേണ്ടത് ഒരു രാജ്യത്ത്. അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് കണ്ടുപിടിക്കും. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. ദെൻ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അതിന് 2 തരത്തിലുള്ള മെത്തേഡുകളാണുള്ളത്, 2 തരത്തിലുള്ള ടെക്നോളജികളാണുള്ളത്. ഓക്കെ, ഒന്ന് ലേബർ ഇന്റൻസീവും മറ്റൊന്ന് ക്യാപിറ്റൽ ഇന്റൻസീവും. ഒന്ന് ലേബർ ഇന്റൻസീവ് തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയും, 2 ക്യാപിറ്റൽ ഇന്റൻസീവ് മൂലധന തീവ്ര സാങ്കേതിക വിദ്യയും. അത് ഓരോ രാജ്യവും ആ രാജ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. ഇന്ത്യയിൽ തൊഴിലാളികൾ കൂടുതലായതുകൊണ്ട് നമ്മൾ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ എന്താണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി എടുക്കും. മറ്റ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ക്യാപിറ്റലിൽ അഥവാ യന്ത്രങ്ങൾ അതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതലായതുകൊണ്ട് അവരെങ്ങനത്തെ എടുക്കും, മൂലധന തീവ്ര സാങ്കേതിക വിദ്യ എടുക്കും. ഇതിവിടെ ജസ്റ്റ് മനസ്സിലാക്കാനേ ഉള്ളൂ, എക്സാമിനായിട്ടോ മറ്റുള്ളതായിട്ടോ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമല്ല, നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് നിങ്ങൾ +2 പഠിക്കാനുള്ളതാണ്. എന്താണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി, എന്താണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി, എന്താണ് മൂലധന തീവ്ര സാങ്കേതിക വിദ്യ, എന്താണ് തൊഴിൽ തീവ്ര സാങ്കേതിക. +2 കറക്റ്റായിട്ട് പഠിക്കാനുള്ളത്. എങ്കിലും ഇവിടെ സെൻട്രൽ പ്രോബ്ലം പറയുന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മൂന്നാമത്തത് ഹൗ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ടഡ്, എങ്ങനെയാണ് സാധനങ്ങളും സേവനവും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് ഒരുപാട് വഴികളുണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ. നമ്മൾ വിപണികളുണ്ട്, മാർക്കറ്റുകളുണ്ട്, അതും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിൽ റേഷൻ കടകളുണ്ട്, മാവേലി സ്റ്റോറുകളുണ്ട്, സപ്ലൈകോ സ്റ്റോറുകളുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള വിതരണ ശൃംഖലകളിലൂടെ നമ്മൾ സാധനങ്ങൾ ആരിലേക്ക് എത്തിക്കും, ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കും. സ്കൂളുകളിലൂടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്തിക്കും, ഡോക്ടർമാരിലൂടെ ആളുകൾക്ക് ചികിത്സ എത്തിക്കും. ഇങ്ങനെ എല്ലാ സാധനങ്ങളും വിവിധ മേഖലകളിലൂടെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും. അപ്പൊ ഈ 3 ഡിസിഷൻസ് എടുക്കുന്നതിന് അനുസരിച്ചാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥകളെ തരംതിരിച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥകൾ എന്ത് ചെയ്തിട്ടുള്ളത്, തരംതിരിച്ചിട്ടുള്ളത്. ലോകത്തിലെ സമ്പദ് വ്യവസ്ഥകൾ, എക്കണോമിക് സിസ്റ്റംസ്, സമ്പദ് വ്യവസ്ഥകൾ 3 തരത്തിലുണ്ട്. ഒന്ന് ക്യാപിറ്റലിസം, മുതലാളിത്തം എന്ന് പറയും. 2 സോഷ്യലിസം, മലയാളത്തിലും സോഷ്യലിസം തന്നെ പറയും. 3 മിക്സ്ഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥകൾ. അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ വ്യത്യാസത്തിനനുസരിച്ചാണ് എന്തുണ്ടായിട്ടുള്ളത്, സമ്പദ് വ്യവസ്ഥകളെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളുണ്ട്. ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം, സോഷ്യലിസം അഥവാ സോഷ്യലിസം, മിക്സ്ഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് പഠിക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു എക്കോണമീസ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ക്യാപിറ്റലിസം മുതലാളിത്തം, സോഷ്യലിസം അഥവാ സോഷ്യലിസ്റ്റ് എക്കോണമി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, 3 മിക്സ്ഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മൾ ഓരോന്നായിട്ട് നോക്കുകയാണ്. ആദ്യം എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മളെ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ആരാന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം വരുന്നത്. സെൻട്രൽ പ്രോബ്ലംസ് ആരാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ പ്രോബ്ലംസ് ആരാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. ഇവിടെ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് വില സംവിധാനമാണ്, പ്രൈസ് മെക്കാനിസം ആണ്. മുതലാളിത്തത്തില് ക്യാപിറ്റലിസത്തില് സെൻട്രൽ പ്രോബ്ലംസ് അഥവാ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹാരം കാണുന്നത് ആരായിരിക്കും, വില സംവിധാനമായിരിക്കും. പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന വില സംവിധാനമായിരിക്കും എന്തിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്, മുതലാളിത്തത്തിലെ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വില സംവിധാനമായിരിക്കും, പ്രൈസ് മെക്കാനിസം ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിമാൻഡഡ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ, ഡിമാൻഡ് ഉള്ള സാധനങ്ങൾ അഥവാ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ പണമില്ലാത്തവർക്ക് സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല. പണം കൈവശമില്ലാത്ത ഒരാളെ കൊണ്ട് സാധനം വാങ്ങാൻ പറ്റൂല. അപ്പൊ അയാൾ ഡിമാൻഡ് ചെയ്യൂല, അല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെടൂല.
അപ്പോ പണം ഉള്ളവരെ സാധനങ്ങൾ ആവശ്യപ്പെടുള്ളൂ. അങ്ങനെ പണം കയ്യിലുള്ള ആളുകൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും മാത്രമേ മുതലാളിത്തത്തിൽ എന്ത് ചെയ്യുള്ളൂ? ഉൽപ്പാദിപ്പിക്കുള്ളൂ. Then more efficient production technique will be adopted. ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകളായിരിക്കും ഇവിടെ ഉപയോഗിക്കുക. ഏത് സമ്പദ് വ്യവസ്ഥയിലാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ. More efficient production technique will be adopted. ഏറ്റവും കാര്യക്ഷമമായ, ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യയായിരിക്കും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ മുതലാളിത്തത്തിന്റെ പ്രത്യേകതയാണത്. ഓക്കെ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ടെക്നിക് വിൽ ബി ക്യാപിറ്റൽ ഇന്റൻസീവ്. സാങ്കേതിക വിദ്യ നമ്മൾ നേരത്തെ പറഞ്ഞ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ ആയിരിക്കും. അതായത് തൊഴിലാളികളെ കുറച്ചിട്ട് കൂടുതലായിട്ട് യന്ത്രങ്ങൾ അഥവാ മൂലധനം ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ ആയിരിക്കും. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി അഥവാ മോർ ക്യാപിറ്റൽ ലെസ് ലേബർ. കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറും ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക് ഉൽപാദന സാങ്കേതിക വിദ്യ ആയിരിക്കും മുതലാളിത്തത്തിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഓൺലി പ്രൈവറ്റ് സെക്ടർ എക്സിറ്റ്സ്. ഇവിടെ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? സ്വകാര്യ മേഖല മാത്രമേ മുതലാളിത്തത്തിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഗവൺമെന്റിന് വലിയ റോൾ ഉണ്ടാവൂല. അതാണ് മുതലാളിത്തത്തിന്റെ പ്രത്യേകത. അപ്പൊ ഒന്നുകൂടി പറയാണ്, ശ്രദ്ധിച്ചോളാം. മുതലാളിത്തത്തില് കേന്ദ്ര പ്രശ്നങ്ങൾക്ക് സെൻട്രൽ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ പ്രൈസ് മെക്കാനിസം. കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വില സംവിധാനമായിരിക്കും. രണ്ടാമത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിമാൻഡഡ് വിൽ ബി പ്രൊഡ്യൂസഡ്. ആവശ്യമുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. മൂന്നാമത്തത് മോർ എഫിഷ്യന്റ് പ്രൊഡക്ഷൻ ടെക്നിക് വിൽ ബി അഡോപ്റ്റഡ്. ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകളായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത്. നാലാമത്തത് പ്രൊഡക്ഷൻ ടെക്നിക് വിൽ ബി ക്യാപിറ്റൽ ഇന്റൻസീവ്. ഉൽപാദന സാങ്കേതിക വിദ്യ മൂലധന തീവ്രമായിരിക്കും. അഞ്ചാമത്തത് ഓൺലി പ്രൈവറ്റ് സെക്ടർ എക്സിറ്റ്. ഇവിടെ സ്വകാര്യ മേഖല മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാമത്തത് മുതലാളിത്തം എന്താണെന്നാണ് പറഞ്ഞു തന്നത്. ഇനി രണ്ടാമത്തത് എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത? അതായത് ഇവിടെ നമ്മൾ പറഞ്ഞതെന്തായിരുന്നു? കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വില സംവിധാനമാണെന്ന് പറഞ്ഞു. ഇനി സോഷ്യലിസത്തിലാണെങ്കിൽ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഗവൺമെന്റോ പ്ലാനിംഗ് അതോറിറ്റി ആയിരിക്കും. അപ്പൊ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ പ്ലാനിംഗ് അതോറിറ്റി ആയിരിക്കും. എവിടെ? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ. ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് നീഡ്സ് ഓഫ് പീപ്പിൾ. ഇവിടെ സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുക ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ്, ആവശ്യപ്പെടുന്നതിനനുസരിച്ചല്ല, ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഇവിടെ ആവശ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളുമാണ്. ഇവിടെ അതല്ല പറയുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യും? ഗവൺമെന്റ് അവർക്ക് നൽകും. അതാണ് സോഷ്യലിസത്തിന്റെ പ്രത്യേകത. ഇവിടെ all economic activities are planned. ഇവിടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും ആസൂത്രിതമായിരിക്കും. അല്ലാതെ വെറുതെ നടത്തൂല. ആസൂത്രണം ചെയ്തിട്ടായിരിക്കും അത് നടപ്പിലാക്കുക. അപ്പൊ ആസൂത്രണം, പ്ലാനിങ് ഉണ്ടായിരിക്കും. all economic activities are planned. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ആസൂത്രിതമായിരിക്കും. അവസാനത്ത് ഓൺലി പബ്ലിക് സെക്ടർ എക്സിസ്റ്റ്. ഇവിടെ സ്വകാര്യ മേഖല ഉണ്ടാവൂല. പകരം ആര് മാത്രമാണ്? ഓൺലി പബ്ലിക് സെക്ടർ, പൊതുമേഖല മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ടുള്ള സോഷ്യലിസത്തിന്റെ പ്രത്യേകത. ഒന്നുകൂടി പറയാണ്, ഇവിടെ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ പ്ലാനിംഗ് അതോറിറ്റി ആയിരിക്കും. Then goods and services distributed on the basis of needs of the people. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഗവൺമെന്റ് സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യും. All economic activities are planned. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ആസൂത്രിതമായിരിക്കും. Only public sector exit. ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? പൊതുമേഖല മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വകാര്യ മേഖലക്ക് ഇവിടെ അനുമതിയില്ല. ഇവിടെ സ്വകാര്യ മേഖല മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. സോഷ്യലിസത്തിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? പൊതുമേഖല മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി മൂന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്നത് ഈ മൂന്ന് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യ തെരഞ്ഞെടുത്തത്, എക്കണോമിക്കലി സാമ്പത്തികമായിട്ട് ഇന്ത്യ തെരഞ്ഞെടുത്തത് മിക്സഡ് എക്കോണമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. എന്തുകൊണ്ടാണത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് മിക്സ്ചർ ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ മിക്സ്ചർ നിങ്ങൾ കണ്ടിട്ടില്ലേ? മിക്സ്ചർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഒരു സാധനം കൂട്ടിച്ചേർത്തിട്ടല്ലോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കും. മിശ്രിതമാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ മിക്സഡ് എക്കോണമി ഒരു മിശ്രിതമാണ്. എന്തിന്റെ മിശ്രിതം?
ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും മിശ്രിത രൂപമാണ്, രണ്ടും കൂടി കൂട്ടിച്ചേർത്ത രൂപമാണ് ഇതെന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ സോഷ്യലിസത്തിന്റെയും അഥവാ സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും നല്ല വശങ്ങൾ അഡ്വാൻറ്റേജസ് ആഡ് ചെയ്യുകയും ഡിസ്അഡ്വാൻറ്റേജസ് ദോഷങ്ങൾ ഒഴിവാക്കുകയും ചെയ്തതാണ് എന്ന് പറയുന്നത് മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഇവിടെ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ്ഡ് ബൈ പ്രൈസ് മെക്കാനിസം ആൻഡ് പ്ലാനിംഗ് രണ്ടുപേരുണ്ട്. ഇവിടെ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് പ്രൈസ് മെക്കാനിസം വില സംവിധാനം മാത്രമല്ല, ആരോഗ്യ ഒപ്പം ഉണ്ടാവും പ്ലാനിങ്, ആസൂത്രണം, പ്ലാനിങ് അതോറിറ്റി കൂടി ഉണ്ടാവും. അതായത് ഇവിടെ ഗവൺമെന്റും വില സംവിധാനവും ചേർന്നിട്ടാണ് കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. അപ്പൊ രണ്ടുപേരും ഒരുപോലെ ഉണ്ട്. ഇനി പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ കോ എക്സിറ്റ്. ഇവിടെ പബ്ലിക് അഥവാ പൊതുമേഖലയും പ്രൈവറ്റ് അഥവാ സ്വകാര്യ മേഖലയും രണ്ടാൾക്കാർ ഇവിടെയുണ്ട്, ആരും ഇവിടെ ഒഴിവാക്കുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു പ്രൈസ് മെക്കാനിസം ഉണ്ട്, പ്ലാനിംഗ് ഉണ്ട്, ഓക്കെ, വില സംവിധാനം ഉണ്ട്, ആസൂത്രണം ഉണ്ട്, രണ്ടും ഉണ്ട്. ദെൻ മാർക്കറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് കൺസ്യൂമർ ഡിമാൻഡ്സ്. ഇവിടെ വിപണി നൽകുക, മാർക്കറ്റ് വിപണി നൽകുക, എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് കൺസ്യൂമർ ഡിമാൻഡ്സ്. വിപണിയില് ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും നൽകും. വിപണി ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും നൽകും. ഗവൺമെന്റോ, ഗവൺമെന്റ് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസ് വിച്ച് പീപ്പിൾ നീഡ്സ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും മാർക്കറ്റിലല്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യും, ആര് എത്തിച്ചു കൊടുക്കും, ഗവൺമെന്റ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള എക്കോണമിയെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കോണമിയാണിത് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ എന്താണെന്ന് കൂടി പറയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസവും സോഷ്യലിസവും മുതലാളിത്തവും സോഷ്യലിസവും ചേർന്നതാണ്. അതിന്റെ നല്ല വശങ്ങൾ എടുക്കുകയും ചീത്ത വശങ്ങൾ ഒഴിവാക്കുകയും ചെയ്തതാണ്. അവിടെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ച് നിലനിൽക്കുന്നുണ്ട്, അഥവാ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെയുണ്ട്. അവിടെ പ്രൈസ് മെക്കാനിസവും പ്ലാനിങ്ങും കോ എക്സിറ്റ് ആണ്. ഇവിടെ വില സംവിധാനവും ആസൂത്രണവും അല്ലെങ്കിൽ ആസൂത്രണ അതോറിറ്റി പ്ലാനിംഗ് അതോറിറ്റിയും ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഗവൺമെന്റ് നൽകും. ഇവിടെ മാർക്കറ്റിൽ ആവശ്യമുള്ള കൺസ്യൂമർക്ക് ആവശ്യമുള്ളത് മാർക്കറ്റ് നൽകും. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖല എന്നാണ് അർത്ഥം, അവർ നൽകും. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ, എക്കോണമീസ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യ തെരഞ്ഞെടുത്ത എക്കോണമിയാണ് ഏതെന്ന് പറയുന്നത് മിക്സ്ഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതകളും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഓൺവേർഡുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകളാണ്. നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ച് എഴുതിയെടുത്ത് ഉണ്ടാക്കിയാൽ മതി. നോട്ട്സ് തരുമ്പോൾ ഈ സാധനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഒന്ന്, ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1950 ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അന്ന് മുതൽ ആ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും ഇതിന്റെ ചെയർമാൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ, ഇതിനൊരു വൈസ് ചെയർമാൻ ഉണ്ടാവും, ഉപാധ്യക്ഷൻ ഉണ്ടാവും. അയാളെയാണ് തെരഞ്ഞെടുത്തിട്ട് അയാളാണ് ഇതിനെ നിയന്ത്രിക്കുക. ചെയർമാൻ ആയിട്ട് പ്രധാനമന്ത്രി ഉണ്ടാവും. ഓക്കെ, ഇതായിരുന്നു ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. 1951 ഇന്ത്യയിൽ ആദ്യത്തെ FYP സ്റ്റാർട്ട് ചെയ്യുന്നത്. FYP എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. FYP എന്ന് പറഞ്ഞാൽ 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതികൾ. അപ്പൊ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ആസൂത്രണ കമ്മീഷനെ കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് 1951. അപ്പൊ 1951 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലുണ്ടായിരുന്നത്. ഓക്കെ, 1951 മുതൽ 2014 വരെയുള്ള ടൈമിൽ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. 2014 പ്ലാനിംഗ് കമ്മീഷനെ ഡിസോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷനെ നിർത്തലാക്കി. 1950 പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചിട്ട് 2014 എന്ത് നിർത്തലാക്കി? പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. 2017 ഇന്ത്യയിലെ അവസാനത്തെ 5 ഇയർ പ്ലാൻസ് എൻഡ് ചെയ്തു. അതിനുശേഷം ഇന്ത്യയിൽ എന്തുണ്ടില്ല? 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നതില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സംവിധാനത്തിന്റെ പേരാണ് നീതി ആയോഗ്.
നീതി ആയോഗ് ആണ് അതിന് കൊണ്ടുവന്നത്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ്. ഇവരാണ് 2014 ശേഷം ഇവർ 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പൊ ഇന്ന് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലില്ല. അതിന് പകരം 2015 ജനുവരി 1 നിലവിൽ വന്ന പുതിയ ഇന്ത്യയുടെ ആസൂത്രണ ബോർഡാണ് ഇതെന്ന് പറയുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇതിന്റെ കീഴിൽ 5 ഇയർ പ്ലാൻസ് നടപ്പിലാക്കുന്നില്ല, പകരം പുതിയൊരു രീതിയിലുള്ള മെത്തേഡുകളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ എന്താണ് നീതി ആയോഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ ഇപ്പോഴത്തെ രൂപം ഏത്, ഇതൊക്കെ സാധാരണഗതിയിൽ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിൽ പ്ലാനിംഗ് കമ്മീഷൻ വന്ന വർഷം, ആദ്യത്തെ പ്ലാൻ തുടങ്ങിയ വർഷം, അതൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ.